الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين وجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പലപ്പോഴായി നമ്മുടെ നാട്ടിൽ നിന്നും കേട്ട വാർത്തകളിൽ ഒന്നാണ് വൃദ്ധരായ ചില ആളുകളുടെ മരണം അയൽപക്കത്തുള്ളവർ പോലും അറിയാതെ ആഴ്ചകൾക്ക് ശേഷം കണ്ടെടുക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ അകന്നു പോകുന്നു എന്നതിൻ്റെ ഗൗരവത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നേരെ മറിച്ച് നമ്മളൊരു സാമൂഹിക ജീവിയാണ്. ആരുടെ സഹായമാണ്, ഏതു സന്ദർഭത്തിലാണ് നമുക്ക് സ്വീകരിക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് പറയുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രത്യേകം ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതുണ്ട്. നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളും അതേപോലെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ അയൽപക്കവും അതേപോലെയുള്ള നമ്മുടെ ഇണകളും അടക്കമുള്ളവർ. ഈ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് അയൽപക്ക ബന്ധം എന്ന് പറയുന്നത്. എന്തുകൊണ്ടോ എന്നറിയില്ല, നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ ബന്ധത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അത്ര ബോധ്യമുള്ളവരല്ല. അയൽവാസി എന്നോട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ആരെയെങ്കിലും എപ്പോഴെങ്കിലും ഭയപ്പെടുത്തുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ എനിക്കെൻ്റെ കുടുംബമുണ്ട്, എൻ്റെ സമ്പത്തുണ്ട്, ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്നവരുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അയൽപക്കത്തുള്ളവൻ എന്നോട് മിണ്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് പ്രശ്നമാണുള്ളത്? അതത്ര വലിയ ഗൗരവത്തിൽ എടുക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചില ബന്ധങ്ങളെ കുറിച്ച്. ആ ബന്ധങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അയൽപക്ക ബന്ധം എന്നുള്ളത്. ഞാൻ ആദ്യം ഓതി വെച്ച വാചകത്തിൽ അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
ശേഷം പറയുന്നു വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബാ വൽ യതാമ വൽ മസാകിൻ. മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബന്ധുക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. യതീമുകളോടും ദരിദ്രരോടും വളരെ നല്ല രീതിയിൽ പെരുമാറണമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ശേഷം പറയുന്നു വൽ ജാരിദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്. നിങ്ങളോട് അടുത്തു നിൽക്കുന്ന ബന്ധവും നിങ്ങളുടെ അയൽക്കാർ, അതേപോലെ നിങ്ങൾ അകന്നു നിൽക്കുന്ന ബന്ധവും, ഈ രണ്ട് ബന്ധങ്ങളെയും നിങ്ങൾ പരിഗണിക്കണം. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരോട് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു. അയൽപക്ക ബന്ധത്തെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് ബന്ധങ്ങളെ കുറിച്ച് വിശദീകരിച്ചതായി കാണാൻ പറ്റും. ഈ ആയത്തിനെ ഇമാം സഅദി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നവൾ ജാരിദിൽ ഖുർബ എന്ന് പറഞ്ഞത് അയ്യുൽ ജാരിൽ ഖരീബ്, അടുത്ത കുടുംബ ബന്ധമുള്ള അയൽവാസിയാണ്. അവരോട് രണ്ട് ബാധ്യതകളുണ്ട്. ഒന്ന് അയൽവാസിയോടുള്ള ബാധ്യതകൾ, അതോടൊപ്പം തന്നെ അവൻ കുടുംബമാണ് എങ്കിൽ ചില തഫ്സീറുകളിൽ അത് മുസ്ലിം എന്നുള്ളത് ഉപയോഗിച്ചതായി കാണാൻ പറ്റും. രണ്ടു തന്നെയാണെങ്കിലും ശരി, ഒരു മുസ്ലിം എന്നുള്ള ഒരു അയൽവാസി എന്നുള്ള പ്രത്യേകമായ രണ്ട് ബാധ്യതകൾ അവിടെ കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ വജാരിൽ ദുനുബ് എന്ന് പറയുന്നത് അന്യരായ അയൽക്കാർ, അതായത് കുടുംബം ബന്ധമില്ലാത്ത അയൽക്കാർ, അതല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത അയൽക്കാർ, അവരോടുള്ള ബാധ്യതകളും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ രണ്ട് ബാധ്യതകളെയും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇതിനെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് നമ്മുടെ വിഷയമേ അല്ലാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ളൊരു ചിന്തയാണ് ബഹുഭൂരിപക്ഷം ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്. പ്രവാചകന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ. അയൽവാസികളെ കുറിച്ച്, അവരോട് പെരുമാറേണ്ടതിനെ കുറിച്ച്, കടമകളെ കുറിച്ച്, ബാധ്യതകളെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് പ്രവാചകൻ പറയാണ്, ഹത്താ വലൻതു അന്നഹു സയുവരിസുഹു. ഞാൻ ചിന്തിച്ചു പോയി, ഈ പറച്ചിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ എൻ്റെ സമ്പത്തിനു പോലും എൻ്റെ സ്വത്തിനു പോലുമുള്ള അവകാശം എൻ്റെ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ആ രൂപത്തിലേക്ക് അത്രയേറെ ബാധ്യതകൾ നമുക്ക് നമ്മുടെ അയൽവാസികളോടുണ്ട്. അത് പ്രവാചകൻ പറഞ്ഞതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയൽവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ പരിഗണനയിൽ ഉള്ളവരെയല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ജീവിക്കുന്നവരാണെങ്കിൽ മാത്രം ബന്ധം പുലർത്തുന്നവർ, നമ്മളെപ്പോലെ തന്നെ സാമ്പത്തികമായ ആ തലത്തിൽ ഒത്തുപോകുന്നവരാണെങ്കിൽ മാത്രം അയൽവാസിയെ പരിഗണിക്കുന്നവർ, അതാ ബഹുഭൂരിപക്ഷവും നമ്മുടെ സമൂഹത്തിലുള്ളത്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയൽവാസിയുടെ കുടുംബത്തിന്റെ പേര് നോക്കിയിട്ടോ അവന്റെ സമ്പത്തിന്റെ അളവെടുത്തിട്ടോ അല്ല അയൽവാസി എന്നുള്ള ബന്ധത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പ്രവാചകന്റെയും പരിശുദ്ധ ഖുർആനും ഗൗരവത്തിലാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണമെന്നുള്ളത് പ്രവാചകന്റെ നിർദ്ദേശമാണ്. എന്തുമായിട്ടാണ് പ്രവാചകൻ ചേർത്ത് പറഞ്ഞതെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഈമാനുമായാണ്, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അന്ത്യദിനത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ഫൽയുക്രിം ജാറഹു. നിന്റെ അയൽവാസിയോട് നീ എന്തു വേണം? ഏറ്റവും മാന്യതയോട് കൂടിയിട്ട്, മര്യാദയോട് കൂടിയിട്ട്, ആദരവോട് കൂടിയിട്ട് തന്റെ അയൽവാസിയോട് പെരുമാറണം. അവിടെ അവന്റെ തറവാടിന്റെ പേര് നോക്കിയിട്ടല്ല, അവന്റെ സമ്പത്തിന്റെ അളവ് നോക്കിയിട്ടല്ല ഇസ്ലാം ഒരു അയൽവാസിയെ സ്നേഹിക്കണമെന്ന് പറയുന്നത്, അവനെ പരിഗണിക്കണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ചില വാചകങ്ങളുണ്ട്, ഗൗരവത്തിലുള്ള ചില വാചകങ്ങളുണ്ട്. അതിലൊന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ അൻ യുഹിബ്ബുകുമുല്ലാഹു വറസൂലു. നിങ്ങൾ ആരെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഫഹാഫിളു അലാ സലാസി ഹിസാലിൻ. 3 സ്വഭാവങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഒന്ന് സിദ്ഖുൽ ഹദീസ്, സംസാരിക്കുമ്പോൾ സത്യം പറയണം. രണ്ടാമത് പറയുന്നു വഅദാഇൽ അമാന, അമാനത്തുകളെ, കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം. അള്ളാഹുവിനോടുള്ള കരാറും മനുഷ്യരോടുള്ള കരാറിന്റെ ഈ പൂർത്തീകരണം ഉണ്ടാകണം. മൂന്നാമത് പറയുന്നത് വഹുസ്നുൽ ജിവാർ, നിന്റെ അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറണം. അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറണം.
അപ്പോഴാണ് നിന്റെ വിശ്വാസം പൂർത്തിയാകുന്നത്. അപ്പോഴാണ് നീ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമുള്ളവരായി നീ മാറുന്നത്. നീ എല്ലാ നമസ്കാരങ്ങളിലും ഒന്നാമത്തെ സഫിൽ നിന്റെ സ്ഥാനമുണ്ട്, അത് പരിഗണിക്കപ്പെടുകയില്ല. നീ കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്, പരിഗണിക്കപ്പെടുകയില്ല. അള്ളാഹുവിനും അവന്റെ റസൂലിനും നിന്നോട് ഇഷ്ടമുണ്ടാകണമെങ്കിൽ നിന്റെ വാക്കിൽ സത്യം വേണം, കരാറുകൾ നീ പാലിക്കണം. അതോടൊപ്പം ഗൗരവമാണെന്ത്, നിന്റെ അയൽവാസിയോട് നീ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണമെന്നുള്ളത്. ശേഷം പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം, അയൽവാസിയോട് മോശമായി പെരുമാറുമ്പോ നിന്റെ നന്മകൾ അത് മായ്ച്ചു കളയുന്നുണ്ട്. ഒരു സൂര്യൻ മഞ്ഞിനെ ഉരുക്കിക്കളയുന്നത് പോലെ നിന്റെ നന്മകളെ, നീ എടുത്തിരിക്കുന്ന ഇബാദത്തുകളെ, നീ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചത്, നീ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർവഹിച്ചിരിക്കുന്ന നിന്റെ ഹജ്ജ്, നീ ലക്ഷങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ നിർവഹിച്ച ഉംറ, നീ കൊടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ധർമ്മങ്ങൾ, ആ ധർമ്മങ്ങളെല്ലാം തന്നെ സൂര്യൻ മഞ്ഞിനെ ഉരുക്കിക്കളയുന്നത് പോലെ അത് ഇല്ലാതാക്കിക്കളയും, അതിനെ ഉരുക്കിക്കളയും. നീ നിന്റെ അയൽവാസിയോട് മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി നമ്മളോട് പറഞ്ഞു തരുന്നു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, അയൽക്കാരുമായി ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ, ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ പ്രയാസപ്പെടുത്തുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വന്ന ചിത്രങ്ങളിൽ ഒന്ന് നമ്മളെ നൊമ്പരപ്പെടുത്തുന്നതാണ്. കാരണം ഒരു വീട്, ആ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ഒരു മനുഷ്യന് കടന്നു പോകുവാൻ പോലും പറ്റാത്ത രൂപത്തിൽ മതിലിനെ ചേർത്തു വെച്ചുകൊണ്ട് രണ്ട് ചെറിയ കുട്ടികൾ അവർ അതിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രം വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു. കാരണം എന്താണ്, അയൽവാസികളായിട്ട് അവർക്ക് മാന്യമായി കാൽനടയായി പോലും പോകുവാനുള്ള സൗകര്യത്തിനെ തടയുന്ന ആളുകളുണ്ട്. സമ്പത്തില്ലാത്തവരല്ല, സമ്പത്തുകൾ കുമിഞ്ഞുകൂടിയവർ, വാപ്പ കാരണവന്മാരായി ഔദാര്യമായി ലഭിച്ചത്, അവർ പൂർവികരിൽ കിട്ടിയത് അവൻ പോലും അധ്വാനിച്ചുണ്ടാക്കിയതല്ല, എന്നിട്ട് പോലും അത് പിടിച്ചു വെക്കുന്നു. അരസെന്റും മുക്കാസെന്റും പിടിച്ചു വച്ചുകൊണ്ട് തന്റെ അധികാരം കാണിക്കുന്നു. അത് ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ, പിന്നെ അയൽപക്ക ബന്ധങ്ങൾ മുറിച്ചു കളയുന്നത് ഏറ്റവും ഗൗരവകരമായി തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും വലിയ താക്കീത് നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അയൽപക്ക ബന്ധത്തെ നമ്മൾ പരിഗണിക്കണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ ബന്ധങ്ങളിൽ നമ്മൾ കാണിക്കേണ്ടുന്ന സൂക്ഷ്മതകൾ നമ്മൾ കാണിക്കുകയും വേണം. പലപ്പോഴും അയൽപക്ക ബന്ധം എന്നുള്ള പേരിൽ നമ്മുടെ വീടിന്റെ ഉള്ളകങ്ങൾക്ക് വരെ പെർമിഷൻ ഉള്ളവരുണ്ട്. എന്നാൽ അയൽപക്കം എന്ന് പറയുന്നത്, അയൽപക്കത്തുള്ള ഒരു പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇണയെ സംബന്ധിച്ചിടത്തോളം മഹറമാണ്. ആ മഹറമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാര്യ ഒറ്റക്ക് നിൽക്കുന്ന സന്ദർഭം, നമ്മുടെ പുരുഷൻ നമ്മുടെ മഹറമായ ആളുകളുടെ സാന്നിധ്യമില്ലാത്ത സന്ദർഭം, അതല്ലെങ്കിൽ ഉള്ള സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും നമ്മുടെ അടുക്കളയിലേക്ക് വരെ പെർമിഷൻ കൊടുക്കുന്നവരുണ്ട്. അതും ഇസ്ലാം അനുവദിക്കുന്നില്ല. പാലിക്കേണ്ട മര്യാദകൾ മുഴുവൻ പാലിച്ചുകൊണ്ട്, ആ സൗഹൃദങ്ങളെ അംഗീകരിച്ചുകൊണ്ടും, മറക്കേണ്ടത് മറയ്ക്കാനും, അതിർത്തികൾ നിശ്ചയിച്ചിടത്ത് നിൽക്കുവാനും ഒക്കെ നമ്മൾ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഗൗരവമുണ്ട് അയൽവാസികളോടുള്ള ഓരോ ബന്ധം. അയൽവാസികളോട് നമ്മൾ ചെയ്യുന്ന തിന്മകളുണ്ടല്ലോ, ആ തിന്മകളെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്നു. എങ്ങനെ? സാധാരണയുള്ള തിന്മ പോലെയല്ല. പ്രവാചകൻ പറയുന്നു, ഒരു മനുഷ്യൻ 10 സ്ത്രീകളെ വ്യഭിചരിക്കുന്നു, ആ വ്യഭിചരിക്കുന്നതിനേക്കാൾ അപകടമാണ്, ആ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ കുറ്റമുള്ള കാര്യമാണ് ഐസറു അലൈഹി, അവന്റെ മേൽ അത് ചെറുതാണ്. ഏതിനേക്കാളും മിൻ അയ്യുസ്നി ബി ഇംറഅത്തിൻ ജാരിഹ്, അയൽവാസിയായ ഒരു പെണ്ണിനെ വ്യഭിചരിക്കുക എന്ന് പറയുന്നത്, വിശ്വസ്തയോടുകൂടി നമ്മൾ വിശ്വസ്തരാണെന്ന് വിചാരിച്ചവർ നമ്മൾ ആ സഹോദരിമാരെ വ്യഭിചരിക്കുക എന്ന് പറയുന്നത്, അയൽപക്കം എന്നുള്ളതിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതിന്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യഭിചരിക്കുക എന്ന് പറയുന്നത് മറ്റുള്ള 10 സ്ത്രീകൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ അപകടകരമാണ് എന്ന്, കുറ്റകരമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്രിഖ റജുലു മിൻ 10 അബിയാത്തിൻ ഐസറു അലൈഹി മിൻ യസ്രിഖ മിൻ ജാരിഹി, ഒരു 10 വീട്ടിൽ മോഷണം നടത്തുന്നത് ചെറുതാണ്. ഏതിനേക്കാൾ? അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുന്നതിനേക്കാൾ ചെറുതാണ് അതെന്ന് പറയുമ്പോൾ, അയൽവാസിയോട് നമ്മൾ കാണിക്കുന്ന തെറ്റുകളിൽ വലിയ വലിയ ശിക്ഷയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അതേപോലെ നമ്മൾ അറിയുക, നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് നൽകിയ 5 ഉപദേശങ്ങളുണ്ട്. ആ 5 ഉപദേശങ്ങളിൽ ഒന്ന് വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനൻ, നീ നിന്റെ അയൽവാസിയോട് നല്ല നിലയിൽ പ്രവർത്തിക്കുക, അവരോട് നല്ല രൂപത്തിൽ പെരുമാറുക. അപ്പ എന്താകാം? തകുൻ മുഅ്മിനൻ, നിനക്ക് നല്ലൊരു വിശ്വാസിയാകാം. നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ്. നമ്മൾ നല്ലൊരു മുസ്ലിം ആകണമെങ്കിൽ, നമ്മളൊരു മുഅ്മിനാകണമെങ്കിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ത്? അയൽവാസിയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു, നീ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നീ നിർവഹിക്കേണ്ടത് നിന്റെ അയൽവാസിയെ നീ ഉപദ്രവിക്കുവാൻ പാടില്ല എന്നുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളെ നമ്മൾ ഗൗരവപൂർവ്വം തന്നെ എടുക്കേണ്ടതുണ്ട്. അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. അവരോടുള്ള ബന്ധത്തിനെ നമ്മൾ ആദർശത്തിന്റെയും മറ്റെന്തെങ്കിലും തരത്തിൽ നോക്കിയിട്ടല്ല അവരെ സ്നേഹിക്കേണ്ടതും അവരോടുള്ള കടമകൾ നിർവഹിക്കേണ്ടതും. അവന്റെ കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് ഉള്ളവനല്ല, അവൻ എന്റെ രാഷ്ട്രീയമല്ല, അവൻ എന്റെ മതമല്ല, മതസംഘടനയിലല്ല. അങ്ങനെയുള്ള പരിഗണനകൾക്കനുസരിച്ചു കൊണ്ടല്ല അയൽവാസിയെ സ്നേഹിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. മതം നോക്കിയോ, ജാതി നോക്കിയോ, രാഷ്ട്രീയം നോക്കിയോ അല്ല തന്റെ അയൽപക്കത്തുള്ളവനെ പരിഗണിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അയൽവാസിയായിട്ടുണ്ടായിരുന്നത് ഒരു ജൂതനായിരുന്നു. ആ ജൂതനായ ആ മനുഷ്യന്റെ മകൻ രോഗിയായി കിടന്നപ്പോൾ അറിഞ്ഞ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജൂതന്റെ മകന്റെ അടുക്കലേക്ക് പോവുകയും സന്ദർശിക്കുകയും ചെയ്ത ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അത് അയൽവാസി എന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഇനി ഓർമ്മപ്പെടുത്തുന്ന പ്രവാചകൻ ഒരു വാചകമുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. ജാഅ റജുലുൻ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ദുല്ലനി അലാ അമലിൻ, എനിക്കൊരു അമൽ പറഞ്ഞു തരണം റസൂലേ. ഇദാ അന അമിൽതു ബിഹി ദഖൽതുൽ ജന്ന, ആ ഒരു കർമ്മം ഞാൻ നിർവഹിക്കുമ്പോൾ എന്ത് വേണം? എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകണം. ആ രൂപത്തിലൊരു കർമ്മമാണ് പറഞ്ഞു തരേണ്ടതെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുൻ മുഹ്സിനൻ, നീ മുഹ്സിനായി തീരുക, നീ നല്ലത് പ്രവർത്തിക്കുന്ന നല്ലൊരു മനുഷ്യനായി തീരുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പൊ പ്രവാചകനോട് ചോദിക്കുന്നു, കൈഫ അഅലമു അന്നി മുഹ്സിനുൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന്, ഞാൻ നല്ലൊരു മുഹ്സിനാണ് എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും റസൂലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൽ ജീറാനക്, നിന്റെ അയൽവാസിയോട് ചോദിക്കണം. നിന്റെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവനോടോ, നിന്റെ സഫിൽ ഒരേപോലെ ഇരിക്കുന്നവനോടോ, അങ്ങാടിയിൽ നിന്റെ കൂടെ സഹകരിച്ചുകൊണ്ട് നിന്റെ കൂടെ കളിച്ചു നടക്കുന്നവനോടോ അല്ല നീ ചോദിക്കേണ്ടത്. നീ ചോദിക്കേണ്ടത് നിന്റെ അയൽപക്കത്തുള്ളവനോട് ചോദിക്കണം. ആ ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഇന്നക മുഹ്സിനുൻ, അതെ തീർച്ചയായും അവൻ മുഹ്സിനാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ ഫഅൻത മുഹ്സിനുൻ, നീ മുഹ്സിനാണ്, നീ നല്ലവനാണ്. നേരെ മറിച്ച് വൈൻ ഖാലു ഇന്നക മുസിഉൻ, അവൻ മോശക്കാരനാണ്, അവൻ വല്ലാത്ത ഉപദ്രവമാണ്, അവൻ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, അവന്റെ വാക്കുകൾ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, അവന്റെ ചില നിലപാടുകൾ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫഅൻത മുസിഉൻ, നീ നല്ലവനല്ല, നീ മോശക്കാരനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മളിൽ എത്ര പേർക്കുണ്ട് നമ്മുടെ അയൽവാസിയോട് ഈ ഒരു ചോദ്യം ചോദിക്കുവാൻ ധൈര്യമുള്ളവർ? എത്ര പേരുണ്ട്? എത്ര പേരോട് ഈ ചോദ്യം ചോദിച്ചാൽ ഇന്നക മുഹ്സിനുൻ എന്ന മറുപടി ലഭ്യമാകും? നമ്മൾ ആലോചിച്ചു നോക്കൂ. പലപ്പോഴും നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെ 5 നേരം നമസ്കരിക്കുന്നവർക്ക് പോലും, ഒന്നാമത്തെ സഫിൽ സ്ഥാനം നേടിയവർക്ക് പോലും അയൽപക്ക ബന്ധത്തെ മനോഹരമായി കൊണ്ടു നടക്കാൻ സാധ്യമാകുന്നില്ല. ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ട് വിദ്വേഷം കാണിക്കുകയും അതേപോലെ കിബർ കാണിക്കുകയും ചെയ്യുന്നവർ, ഈഗോ കാണിക്കുന്നവരെയും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഗൗരവമുള്ളതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അയൽവാസികൾ നമ്മൾ പരിഗണിക്കണം. നമ്മുടെ സന്തോഷത്തിന്റെ വേളകളിൽ അവരെ പരിഗണിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ഉപദേശം കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, യാ അബൂദർ ഇദാ തബഖ്ത മറഖതൻ ഫഅക്തിർ മഅഹാ വതആഹദ് ജിറാനക, നീ പ്രത്യേകമായ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം അധികമായി കൂട്ടിയിട്ടാണെങ്കിലും ശരി, നീ നിന്റെ അയൽവാസിയെ പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും, നല്ല ധനമുള്ള മനുഷ്യന്മാരും അറിവുള്ള മനുഷ്യന്മാരുടെയും പോലും ജീവിതത്തിൽ അശ്രദ്ധമായി കടന്നു പോകുന്ന കാര്യമാണ്. നാട്ടിൽ നമ്മൾ ലക്ഷങ്ങൾ ധർമ്മം കൊടുക്കുന്നവരായിരിക്കും, പലരെയും സഹായിക്കുന്നവരാണ് നമ്മളെ പല നല്ല പ്രവർത്തികളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ പ്രയാസങ്ങൾ നമുക്കറിയാൻ പറ്റുന്നില്ല, അവന്റെ സാമ്പത്തിക വിഷമങ്ങളെ നമ്മൾ അറിയുന്നില്ല.
ആ രൂപത്തിൽ നമ്മൾ അങ്ങനെ ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ചോദിക്കുന്നില്ല. നേരെ മറിച്ച് പള്ളിയിൽ നിന്ന് ഒരാൾ പറയാണ്, ഒരാൾക്ക് വേറൊരാൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടേക്ക് ലക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കും, സഹായിക്കും. പക്ഷെ അയൽവാസി കൊടുക്കണമെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പിടുത്തം വരുന്നു. അത് സഹായിക്കുന്ന വിഷയത്തിൽ വല്ലാത്തൊരു പിന്നോക്കം നിൽക്കുന്നു. അത് വിശ്വാസികൾക്ക് ഉണ്ടാകുവാൻ പാടില്ല. അവരെ പരിഗണിക്കണം എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നത്, ലൈസ ബിമുഅ്മിനിൻ മൻ ബാത ശബ്ആനൻ വജാറുഹു ഇലാ ജംബിഹി ജാഇഉൻ വഹുവ യഅലം. ഒരാൾ നമ്മുടെ അയൽവാസി ദാരിദ്ര്യത്തിലാണെന്ന് അറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ, വിശപ്പുന്നിരിക്കുന്ന അവസ്ഥയിലാണെന്ന് അറിയുന്ന അവസ്ഥയിൽ നമ്മൾ വയറു നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ വിശ്വാസിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഇതെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് ഏറ്റവും മാന്യമായ നിലയിൽ നമ്മുടെ അയൽപക്ക ബന്ധത്തെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകണം. പ്രത്യേകിച്ചും സ്ത്രീകളോട് ഓർമ്മപ്പെടുത്തുന്നു, അയൽപക്ക ബന്ധത്തെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ നിലപാടുകളും നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളുടെ സംസാര രീതികളും തന്നെയാണ് അയൽപക്ക ബന്ധത്തെ ശക്തമായി മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏഷണിയും പരദൂഷണവും പരിഹാസവും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അയൽപക്കത്തുള്ളവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. അള്ളാഹുവിന്റെ റസൂൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ റസൂൽ വന്നോട് ചോദിക്കാണ്, ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യുദ്കറു മിൻ കസ്റത്തി സ്വലാത്തിഹാ വസിയാമിഹാ വസദഖതിഹാ ഗൈറ അന്നഹാ തുഅദി ജീറാനഹാ ബിലിസാനിഹാ. നല്ല സഹോദരിയാണ്, 5 നേരം കൃത്യമായി നിസ്കരിക്കും അവര്, അതേപോലെ നോമ്പ് നോൽക്കും, നല്ല ധാരാളമായിട്ട് നല്ല ഇബാദത്തുകൾ നിർവഹിക്കുന്നവരാണ്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, അവരുടെ അയൽവാസിയെ അവരുടെ നാവ് കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അവരെ കുറിച്ച് ഏഷണികൾ പറയുന്നുണ്ട്. അവർ ചിലപ്പോൾ സാമ്പത്തികമായി കുറഞ്ഞവരായിരിക്കും. അപ്പോൾ എന്ത് പറയുമ്പോഴും അവരുടെ മോശത്തരം, അവരുടെ കഴിവുകളും ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ അവസ്ഥ എന്തെന്നുള്ള ചോദ്യത്തിന് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞിരിക്കുന്നത് ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്, അവളുടെ ഇബാദത്തുകൾക്ക് പിന്നെ അവിടെ സ്ഥാനമില്ലാതെയാവുകയാണ്. അതേപോലെ പ്രവാചകരോട് പറയുന്നു, ഒരു സ്ത്രീ ഉണ്ട്, പക്ഷേ അവര് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്നത് കുറച്ച് മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്നത് അതേപോലെ ഫർദ് നിസ്കാരങ്ങളൊക്കെ മാത്രമേ അവർ നിർവഹിക്കുന്നുള്ളൂ. ബാക്കിയുള്ള വേറെ കുറെ നിസ്കാരങ്ങളൊന്നും ജീവിതത്തിൽ സജീവമായിട്ടൊന്നുമില്ല. സ്വതക്ക കൊടുക്കാനൊന്നും അവർക്ക് കഴിയുന്നില്ല. പക്ഷേ വലാ തുഅദി ജീറാനഹാ ബിലിസാനിഹാ, അവരുടെ അയൽവാസിയോട് അവർ ഏറ്റവും നല്ല രൂപത്തിലാണ്, ഏറ്റവും നല്ല ഇടപെടലാണ്, നല്ല സംസാരമാണ്. കണ്ടാൽ നല്ല പുഞ്ചിരിയോടുകൂടി സലാം പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ്. നമുക്കൊക്കെ നമ്മുടെ നാട്ടുകാരോട് മുഴുവൻ സലാം പറഞ്ഞാലും അയൽവാസിയെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി സലാം പറയുന്നവരൊന്നും നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവാണ്. അറിഞ്ഞു വെച്ചുകൊള്ളുക, അള്ളാഹു റസൂൽ പറയുന്നു, അങ്ങനെയുള്ള സ്വഭാവത്തിന്റെ അടിമയാണെങ്കിൽ ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിന് അവകാശിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി ആ വിഷയത്തെ കാണണം. പ്രത്യേകിച്ചും അയൽപക്കത്തുള്ളവർ മറ്റു മതവിശ്വാസികളാണ് എങ്കിൽ നമ്മുടെ പെരുമാറ്റം അവരെ സ്വാധീനിക്കും. അവർ പറയും മുസ്ലിമിനെ അവർ വായിച്ചെടുക്കുന്നത് നമ്മളിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ തോന്നിവാസങ്ങളും നമ്മുടെ അതിക്രമങ്ങളും ഒരു മുസ്ലിമിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്നും ഹിജ്റ പോകുവാൻ വേണ്ടി ഒരുങ്ങിയ ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ഹിജ്റ പോകുവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അയൽവാസിയായ ഇബ്നു ദൂഖനെ വന്നുകൊണ്ട് പിടിച്ചു വച്ചു. അബൂബക്കർ, നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ ഇവിടെയുള്ള ഒരുപാട് നന്മകളിൽ പങ്കാളിയാണ്, നിങ്ങൾ ഇവിടെയുള്ള ആളുകൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്നവരാണ്, നിങ്ങളെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു വെക്കുന്നുണ്ട്. നമ്മുടെ എത്ര അയൽവാസികൾ നമ്മുടെ വീട് വിറ്റ് പോവുകയാണെന്ന് പറയും, നമ്മൾ വീട് വിറ്റ് പോവുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പോവല്ലേ എന്ന് പറയാൻ പറ്റുന്ന എത്ര അയൽവാസികൾ നമ്മൾക്കുണ്ട്? നേരെ മറിച്ച് അത് പോയി കഴിഞ്ഞാൽ നല്ലൊരാൾ വരേക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളിലും ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ബന്ധത്തെയും അയൽപക്ക ബന്ധത്തെയും എല്ലാം, അള്ളാഹുവുമായുള്ള ബന്ധത്തെ, പ്രവാചകനുമായുള്ള ബന്ധത്തെ, എല്ലാ ബന്ധങ്ങളെയും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
വസിയത്ത് ചെയ്യുകയാണ്. അയൽപക്ക ബന്ധം, ആ ബന്ധത്തെ നമ്മൾ ഏറ്റവും സൗഹാർദ്ദപരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തിനെയും ആദർശത്തിനെയും പണയം വെച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവരുത് എന്നുകൂടി സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കാത്ത, നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കാത്ത, നമ്മളൊരു മുസ്ലിം എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡമെന്നൊന്നും മനസ്സിലാക്കാതെ ഇസ്ലാം അതിൻ്റെ തനിമയിൽ നിന്നും അതിൻ്റെ അടിത്തറയിൽ നിന്നും പോലും അകന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു സംഭവമായി സ്വയം വിചാരിക്കുന്നവരും അതൊന്നും കുഴപ്പമില്ല എന്നുള്ള ഒരു പൊതുധാരണയിലേക്ക് എത്തിയവരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെയെല്ലാം വേർതിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു മുസ്ലിമാണ് എന്നും ആ മുസ്ലിം എന്നുള്ള നിലക്ക് എൻ്റെ വിശ്വാസം മിന്നതാണ് എന്നും ആ വിശ്വാസത്തിന് എതിരാകുന്ന നിലപാടുകൾ ഞാൻ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതും ഉത്തമമായ ബോധ്യം കൂടി എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകണം. അത് അയൽപക്ക ബന്ധത്തിലും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, ഒരുപാട് വാർദ്ധക്യം ചെയ്യുന്ന ആളുകളുണ്ട്. നാദാം, അവർക്കെല്ലാം ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ഇണകള്, അവരുടെ എല്ലാം ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മുസ്ലിമായി എന്നുള്ളതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പല രാജ്യങ്ങളിലും, ഗസയിലും ഫലസ്തീനിലും യമനിലും അടക്കമുള്ള പല രാജ്യങ്ങളിലും സിറിയയിലും അടക്കമുള്ളത്. അല്ലാഹുവേ, അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഇസ്സത്തോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് മുസ്ലിം ഉമ്മത്തിന് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحابه أجمعين والحمد لله رب العالمين.